ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെമ്മീൻ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിയേക്കാളും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്, അതുകൊണ്ട് അല്പം മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അല്പം ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു മിക്സ് ആക്കണം. ഇത്രയും മതിയാവും. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ പ്രോൺസിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വേവിച്ചെടുത്തതാണ്. ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു 15 മിനിറ്റ്സ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് മുന്തിരി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിന്നായി തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വയ്ക്കണം, അപ്പോഴാണ് പെട്ടെന്ന് മൊരിഞ്ഞു വരുന്നത്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ തന്നെ ചെമ്മീനും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി വെന്ത് വന്നിട്ടുള്ള ചെമ്മീനാണ്, അതുകൊണ്ട് നമുക്കിത് അധികമായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മസാല എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാവും. ഇപ്പോൾ പ്രോൺസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. ഇതിലേക്ക് ഇനി അല്പം വേപ്പില കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അല്പം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കിയ അതേ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ടേസ്റ്റ്, പ്രോൺസിൻ്റെ ഫ്രൈ ചെയ്ത ടേസ്റ്റ് എല്ലാം നമ്മുടെ റൈസിനും കിട്ടും. അതിനായിട്ടാണ് ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 4 ഗ്ലാസ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ഗ്ലാസ് ജീര റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. റൈസിൽ പിടിക്കാനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അരി സ്റ്റിക്കിനെസ് ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. 4 ഗ്ലാസ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ വരുത്തി ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്, ഒട്ടലില്ലാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഈ ചൂടിലിരുന്നിട്ട് വേവ് കൂടി പോവും. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചെമ്മീൻ വറുത്ത അതേ ഓയിലാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി കുറച്ച് ഓയിലുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 8 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നന്നായി കളർന്ന് മാറി വരുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം നന്നായി തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 25ഓളം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇനി ഇത് റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാനിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ മസാലയിലുള്ള എരിവും കൂടെ ഇതിൽ പിടിച്ചു വരും. പൊടികളുടെ റോസ്മെല്ലെല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഞാനൊരു 3 തക്കാളി അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി പേസ്റ്റും പച്ചമുളകും എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ട് തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. പൊടികളിടുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഈ സമയം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിക്കായി വരുമ്പോഴേക്കും ഈ ഗ്രേവിയിൽ പൊടികളെല്ലാം നന്നായി പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റിന് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു കുക്കറിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതിലോട്ട് റോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം കൂടെ റൈസ് ഇട്ട് കൊടുക്കാം. അല്പം കൂടെ റോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച ശേഷം
ഒരു 3-4 മിനിറ്റ്സ് ഒന്ന് സിമ്മിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ബിരിയാണി ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. മുൻപ് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്